എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോഗാണ്, വീക്ക് ഡേയിലുള്ള ഒരു മോർണിംഗ് വ്ലോഗാണ്. കാരണം വീക്ക് ഡേയ്സിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അത് ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന ഒരു മോർണിംഗ് വ്ലോഗാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അരി ആണ് ഇട്ടത്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി വേഗം തന്നെ കുക്കറിലിട്ട് അരി വേവിക്കാൻ വെച്ചു. അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ദിവസമാകുമ്പോൾ അത് പോകാറാകുമ്പോഴത്തേനും ആകത്തില്ല. അതുകൊണ്ട് ആദ്യം തന്നെ അരി വേവിക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തലേദിവസം തന്നെ ഈ വീക്ക് ഡേയ്സിൽ ഇങ്ങനെ ലഞ്ച് കൊണ്ടുപോകുന്ന ദിവസം തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും, എല്ലാം അരിഞ്ഞും വെക്കും. അല്ലെങ്കിൽ രാവിലെ ഒത്തിരി സമയം പോവും അതിന് വേണ്ടിയിട്ട്. അപ്പം രാവിലെ എണീറ്റ് ഇതങ്ങ് പിന്നെ കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം ഞാൻ കുറച്ച് കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് സബോളയും ഇഞ്ചിയൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റാണ് ഇരുന്ന വെജിറ്റബിൾ. അപ്പം ക്യാരറ്റും ഉള്ളിയും ഒക്കെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങ കൊണ്ട് തേങ്ങ അരയ്ക്കാത്ത ഒരു പുളിശ്ശേരിയും ഒരു ക്യാരറ്റ് തോരനും ഒരു മുട്ട റോസ്റ്റുമാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വെള്ളം വരാൻ താമസിച്ചപ്പോഴത്തേക്കിനും ഒരു ബോട്ടിൽ വാങ്ങിച്ചു. അതിനകത്തുനിന്ന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുമ്പളങ്ങ ഞാൻ വേവിക്കാൻ വെച്ചു. പിന്നെ മുട്ട പുഴുങ്ങാനും വെച്ചു. പിന്നെ ഞാൻ മുട്ട റോസ്റ്റ് ആദ്യം അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പാക്കറ്റിനകത്ത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഞാൻ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചത്. ഇപ്പം അത് കുപ്പിക്കകത്ത് തികഞ്ഞില്ല, അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി സബോള ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം, വേറെ പ്രത്യേകിച്ച് അരിഞ്ഞ് ഇഞ്ചി സബോളയും ചേർത്ത് ആദ്യം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് വഴലാൻ കുറച്ച് സമയം കൊടുക്കണം, എന്നാലേ ആ മുട്ട റോസ്റ്റിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഞാൻ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ തൈര് ഉടച്ചെടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഒരു മോരുകറി പോലെ കുമ്പളങ്ങ ചേർത്ത് തേങ്ങയൊന്നും അരയ്ക്കാതെ അതിൻ്റെ താളിപ്പിനാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്, താളിച്ചൊഴിക്കുന്നതിന്. അപ്പം വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേർക്കത്തില്ല. അപ്പം മുട്ട റോസ്റ്റിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ. ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ പുട്ടാണ് എടുക്കുന്നത്, ശ്രീഹരിക്ക് ദോശയും. പിന്നെ കുറച്ച് ഇന്നലെ രാത്രിയിൽ, ഇപ്പം ഞാൻ വീക്ക് ഡേയ്സിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാത്രിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വെച്ചിട്ടുണ്ട്. അപ്പം ദോശയുടെ കൂടെ ആണെങ്കിലും അത് പോവുമല്ലോ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വെച്ചുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസം എളുപ്പമായി. അങ്ങനെ ഞാൻ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. രാവിലെ എണീറ്റ് കുറേ തിക്കും തിരക്കും പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ കുമ്പളങ്ങ വെന്തപ്പം തൈര് ഉടച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ മുട്ട അകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് സബോള പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചു. കുറച്ചേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് ഇച്ചിരി ഒന്ന് വറ്റിച്ചതിന് ശേഷം നമ്മുടെ മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വരട്ടിയെടുത്തു. പിന്നെ ഞാൻ നമ്മുടെ കുമ്പളങ്ങ മോരുകറിക്കകത്തേക്ക് വേണ്ടിയിട്ട് താളിച്ചൊഴിക്കുകയാണ്. അതിനകത്ത് കടുകും മുളകും ഉലുവയും ജീരകം ഇത്രയും ചേർത്ത് താളിച്ചൊഴിച്ചു. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു പൊടിയും ചേർത്തില്ല. പിന്നെ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ നമ്മളത് ചേർത്തിട്ടുള്ളൂ. പിന്നെ കടുക് വറുത്തതിന് ശേഷം ക്യാരറ്റിനകത്ത് ഒരു സ്വല്പം ഇഞ്ചിയും പിന്നെ സബോളയും ക്യാരറ്റും പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത്, ക്യാരറ്റ് തോരന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പെട്ടെന്നാവുമല്ലോ, അത് ഞാൻ ലാസ്റ്റാണ് ഉണ്ടാക്കിയത്. അതും അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതുമായി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ക്യാരറ്റ് തോരന് റെഡിയായി. പിന്നെ ഇനി ദോശ ഇട്ടാൽ മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഗ്രീൻ പീസ് കറി ഞാൻ ഉണ്ടാക്കി വെച്ചത് ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ അങ്ങനെ ഈ ലഞ്ച് കൊണ്ടുപോകുന്ന ദിവസം, ഇപ്പം ഹൈബ്രിഡ് ആയതുകൊണ്ട് ആഴ്ച 3 ദിവസം പോയാൽ മതി. അപ്പം ലഞ്ച് കൊണ്ടുപോകുന്ന ദിവസം ഞാനിങ്ങനെ ചെയ്ത് വെക്കാൻ ശ്രമിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ ഫുൾ രണ്ടും കൂടെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം വിശക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ കഴിക്കും. ആദ്യം ശ്രീഹരി പിന്നെ ലാസ്റ്റിലേ കഴിക്കത്തുള്ളൂ, ഇറങ്ങാൻ പോകുമ്പോഴേ കഴിക്കത്തുള്ളൂ. അപ്പം അതെന്താണെന്നറിയാം, ഞാൻ നേരത്തെ എണീറ്റ് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കൊരു വിശപ്പ് വരും. അപ്പം ഞാൻ എൻ്റെ പുട്ട് ഞാൻ ഉണ്ടാക്കി
വെച്ചു. ഞാൻ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ദോശ ചുടാൻ വന്നത്. കാരണം പിന്നെ അത് കഴിഞ്ഞ് ശ്രീഹരിയുടെ ദോശ ചുട്ടാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം നമ്മൾ ദോശ ചുട്ടു. പിന്നെ നമ്മുടെ എല്ലാമായി. അപ്പം ഇന്നത്തെ ലഞ്ചിന് അപ്പം ഒരു മുട്ട റോസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു പുളിശ്ശേരി ഉണ്ട്, ക്യാരറ്റ് തോരനും. അത്രയാണ് ഞാൻ കൊടുത്തു വിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്യാരറ്റ് തോരൻ ഞങ്ങൾ അധികം വെക്കാത്തതാണ്. പിന്നെ ഇന്ന് അന്ന് എൻ്റെ കയ്യിൽ വേറെ പച്ചക്കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രമേ ഇരിപ്പുള്ളായിരുന്നു, അതങ്ങ് തോരനാക്കി. ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ അപ്പം നമ്മുടെ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പം പിന്നെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ പെട്ടെന്ന് പോകാനൊക്കെയുള്ള ഇതായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.